അല്ല, യഥാർത്ഥത്തില് ഈ വാട്ടർ അതോറിറ്റിയും മെട്രോ റെയിലും നമ്മൾ ഒരു കോർഡിനേഷൻ ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ ദുരിതം നഗരവാസികൾ അനുഭവിക്കുകയാണ്. മെട്രോ റെയിലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൈലിംഗ് നടത്തുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പോലും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ പൈലിംഗ് നടത്തിയത് കൊണ്ടാണ് കഴിഞ്ഞ 3 ദിവസം മുമ്പ് പൈപ്പ് പൊട്ടി. അത് 3 ദിവസമായി റിപ്പയർ ചെയ്ത് 3 ദിവസം നഗരത്തിൽ കുടിവെള്ളമില്ലായിരുന്നു. ഇന്നലെ വീണ്ടും പൈലിംഗ് ചെയ്ത സ്ഥലത്ത് വേറെ സ്ഥലത്ത് പൈൽ ചെയ്തു. അവിടെ വീണ്ടും പൈപ്പ് പൊട്ടി, വീണ്ടും വെള്ളം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരാഴ്ചയോളം കുടിവെള്ളം കിട്ടാത്ത വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് മെട്രോ റെയിലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും വാട്ടർ അതോറിറ്റിയും മെട്രോ റെയിലും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇല്ലാത്തതിനെ സംബന്ധിച്ചും ഉണ്ടായിട്ടുള്ള ഗുരുതരമായ പ്രശ്നം. കരാറുകാരുടെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ചയാണ്. ഞാൻ ഇന്നലെ മെട്രോ റെയിലിന്റെ MD ബഹുമാനായ ശ്രീ ലോക്നാഥ് ബെഹ്റയുമായി സംസാരിച്ചു. ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ വാട്ടർ ലൈൻ പോകുന്നത് പോലും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ വെറുതെ അശാസ്ത്രീയമായി പൈലിംഗ് ജോലികൾ നടത്തുന്ന നടപടി ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അതുകൊണ്ട് അടിയന്തരമായി നഗരവാസികൾക്ക് വെള്ളം എത്തിക്കാനുള്ള ഉത്തരവാദിത്വം KMRL ഏറ്റെടുത്ത് അതിനുള്ള വെള്ളം ടാങ്കറിൽ എത്തിച്ച് അതിനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളതാണ് MLA എന്നുള്ളത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്താണ് ഇതിനൊരു മറുപടിയായി ഈ KMRLന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത്? ഇവർ എന്താണ് പറയുന്നത്? ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ ഒരു മേൽനോട്ടം പോലും നടത്താൻ ഇവിടെ ആളില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? മേൽനോട്ടം പോലും നടത്താൻ, കൃത്യമായി മേൽനോട്ടം നടത്താൻ പോലും ആളില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥത്തിൽ വാട്ടർ അതോറിറ്റിയും KMRLന്റെയും ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൂട്ടായ ശ്രമം ഉണ്ടെങ്കിൽ ഏത് ഇതിൽ കൂടിയാണ് വാട്ടർ ലൈൻ പോകുന്നത് എന്ന് കണ്ടെത്താനുള്ള എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇന്നുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള പൈലിംഗ് ജോലികൾ നടത്തുമ്പോൾ പൈപ്പ് പൊട്ടി ഒരാഴ്ചക്കാലത്തോളം കുടിവെള്ളം ജനങ്ങൾക്ക് ലഭ്യമാകാതെ ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് നഗരത്തിൽ. നിങ്ങളത് മനസ്സിലാക്കണം. ജനങ്ങൾ വെള്ളം 3 ദിവസമായി ആദ്യത്തെ പൊട്ടൽ നന്നാക്കി റെക്ടിഫൈ ഇന്നലെ വൈകുന്നേരമാണ്. അപ്പോഴേക്കും വേറെ സ്ഥലത്ത് പൊട്ടിച്ചു. അപ്പൊ ഇത് നിരന്തരമായി നടക്കുകയാണ്. അപ്പോൾ ഒരു രീതിയിലുള്ള കോർഡിനേഷനും സൂപ്പർവിഷനും മോണിറ്ററിംഗും ഇല്ലാത്തത് കൊണ്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. KMRL MD അടിയന്തരമായി ബഹുമാനായ ലോക്നാഥ് ബെഹ്റ ഇതിൻ്റെ അകത്ത് ഇടപെടണം. കരാറുകാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വീഴ്ച കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അവർ അശാസ്ത്രീയമായി അലസ്യമായി ഈ വർക്കുകൾ ചെയ്യുന്നത് കൊണ്ടാണ് നടക്കുന്നത്. വാട്ടർ അതോറിറ്റിയുമായി ഇരുന്ന് ഏത് ലൈനിലൂടെയാണ് ഈ വാട്ടർ ലൈൻ പോകുന്നത് എന്ന് കണ്ടെത്താനുള്ള ഏറ്റവും മോഡേൺ ആയ സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്തിൽ ലഭ്യമാകുമ്പോൾ അതൊന്നും ഇല്ലാതെ വെറുതെ രാവിലെ വന്ന് പൈല് ചെയ്യും, പൈപ്പ് പൊട്ടും, വെള്ളം പോവും, ജനങ്ങൾക്ക് കുടിവെള്ളം മുട്ടും. ആ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഉച്ചയോടെ മാത്രമേ ഈ പൈപ്പ് ശരിയാക്കുള്ളൂ എന്നാണല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇപ്പൊ ഞാൻ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് സംസാരിച്ചപ്പോൾ ഇതിന്റെ വാൽവ് ഇപ്പൊ ഈ പൊട്ടിയതിന്റെ വാൽവ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് കാസ്റ്റ് ചെയ്ത് ഉണ്ടാക്കണം. അത് കിട്ടിയാൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളതാണ് അവർ പറയുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടിയിട്ട് 3 ദിവസം എടുത്തു ഈ വാൽവ് ഉണ്ടാക്കി ഈ പൈപ്പ് ശരിയാക്കാനായിട്ട് 3 days. ഇന്നലെയാണ് വൈകുന്നേരമാണ് അതിന്റെ വർക്ക് പൂർത്തീകരിച്ചത്. ഇന്ന് നഗരത്തിലേക്ക് പമ്പിംഗ് നടത്തുന്ന സമയമാണ്. അപ്പൊ ഇന്ന് പമ്പിംഗ് ഇല്ല. നാളെ നഗരത്തിലേക്കുള്ള പമ്പിംഗ് ഉള്ള ദിവസമല്ല. അപ്പൊ നാളെയും വെള്ളമില്ല. മറ്റന്നാളാണ് ഇനി വീണ്ടും പമ്പിംഗ് നടത്തുന്നത്. അപ്പൊ വരുന്ന 6 ദിവസക്കാലം നഗരവാസികൾ കുടിവെള്ളം കിട്ടാതെ നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഗവൺമെന്റ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. വാട്ടർ അതോറിറ്റി മന്ത്രി ഇടപെടണം. ഇതിന്റെ അകത്തൊരു പരിഹാരം ഉണ്ടാക്കാൻ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് MLA എന്ന് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.